ഷോപ്പിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇമ്പൾസ് ബൈയിങ് ചെയ്യുക എന്നുള്ളത് ഞാൻ മാക്സിമം ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ ബോധപൂർവം അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ കാണാറില്ലേ? അത് എത്ര ചെറിയ ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ വാങ്ങാറില്ല കേട്ടോ. അത് കാർട്ട് ചെയ്തിടും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ആ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടായ അതേ ഫീലിംഗ്, അതേ ഇഷ്ടം ആ ഐറ്റത്തിനോട് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ ഐറ്റം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പലപ്പോഴായിട്ട് ഹോം ബോക്സിൽ പോകുമ്പോൾ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടും ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷുള്ള ഈ ഡിന്നർ സെറ്റ്. കാണാൻ നല്ല രസമുണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ടും പിന്നെ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയോണ്ടും ഞാൻ എല്ലാ വട്ടം പോകുമ്പോഴും ചുമ്മാ ഇതിങ്ങനെ നോക്കി വെച്ചിട്ട് തിരിച്ചു പോരും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിന്നർ സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഹോം ബോക്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതാ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുള്ള ആ ബ്ലാക്ക് കളറിലുള്ള ഡിന്നർ സെറ്റ് അവർ സെയിലിന് ഇട്ടിരിക്കുന്നു. അതും ലാസ്റ്റ് പീസാണ്. അതുമാത്രമല്ല അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വാങ്ങാനായിട്ട് നോക്കി വെച്ചിട്ടുള്ള പ്രൈസിൻ്റെ പകുതി പോലും ഇല്ല കേട്ടോ ഇത്തവണ. എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം നമുക്കായി തന്നെ വെയിറ്റ് ചെയ്തിരുന്ന പോലെ തോന്നി. ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴായിട്ട് മാറ്റി മാറ്റി വെച്ച പലതും ചിലപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ നമ്മിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും.